ഉദ്ദേശിക്കുന്ന എന്താന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയാ ഒരു ടെന്റ് ഉണ്ട് പറഞ്ഞു കൊടുക്കുക. എനിക്കറിയില്ല അതുകൊണ്ട് ഓപ്പൺ ടെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ഓപ്പൺ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഭയങ്കര നാച്ചുറലുമായിട്ട് ഭയങ്കര ഫീൽ ഉള്ളതാണ്. കുറച്ച് അഡ്വഞ്ചർ ആണെന്ന് വേണം പറയാം. നമുക്ക് ഇങ്ങനെ മോളിൽ കയറി നിൽക്കുമ്പോൾ ചെറുതായിട്ട് ഉള്ളിന്ന് ഒരു സാധനം ഇങ്ങനെ ആന്തലേക്ക് വരും. ആദ്യം കയറിയപ്പോ എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെറ്റ് ആയതാണ്. നമുക്ക് ഈ താഴേക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു വേറെ ഫീൽ. അത് നമുക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇവിടെ നിന്നാലും അത് കാണാൻ പറ്റും. ഓക്കെ, ഇനി മഴ പെയ്യുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ മഴ പെയ്യുന്ന സ്വിമ്മിംഗ് പൂൾ അല്ലെ? ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ചേട്ടാ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ? ഞാൻ പറഞ്ഞല്ലേ ഈ വീടിന്റെ എഞ്ചിനീയർ ഇതാ നിൽക്കുന്നു, അങ്ങോട്ടേക്ക് ചോദിക്കുന്നു പറഞ്ഞു. ഫസ്റ്റ് വൺ ഇത് നമുക്ക് ഇതെന്റെ ഐഡിയ തന്നെയാണ്. ഇത് സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. അവിടെ ഇത് ഡൈവിംഗ് പൂളാണ്, നമുക്ക് നല്ലപോലെ ഡൈവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു 11 അടിയോളം താഴ്ചയുണ്ട്. ഇത് നോർമൽ പൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5.5 അടിയൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡൈവ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ആഴം വേണം. അതുകൊണ്ട് പിന്നെ ഈ മഴേന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് മഴ പെയ്യും. ഇത് സൺറൈസ് നമുക്ക് കാണാൻ പറ്റും, എല്ലാ ദിവസവും സൺറൈസ് നമുക്ക് കാണാൻ പറ്റും. സോ ചേട്ടാ ഞാൻ വേറെ കൺഫ്യൂഷൻ അല്ല എന്റെ ഒരു കൺസേൺ ചോദിക്കട്ടെ. നമ്മുടെ ഇത്രയും അടുത്തടുത്ത വീടുകളുണ്ട്. അപ്പൊ നമ്മൾക്കൊരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രൈവസി മാറ്റർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. സോ ഇപ്പം അവിടെ നിന്ന് താമസമായിട്ടില്ല. ഈ വീട്ടിലും ഉള്ള ആൾക്കാർ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിന്റെ ഡ്രസ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ കുളിക്കുന്നത്. രണ്ടാമത്തെ സംഭവം വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ലേ ഇറങ്ങുന്നത്? അത് ആദ്യം ഞങ്ങൾ പറഞ്ഞ കുഴപ്പമില്ലല്ലോ. ഞാൻ വെൽ ഡ്രസ് ചെയ്ത് ആര് സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുന്ന ഒരാളെ നിങ്ങൾക്ക് ആണെങ്കിൽ എന്നെ കണ്ടാൽ അതല്ല, നമ്മുടെ ഇവിടെ ഇൻഡോർ ഗാർഡൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻഡോർ ഗാർഡൻ ആണ് ഇവിടെ ഇത്രയും വരുന്നത്. ഈ ടോപ്പിൽ ഇത്രയും നമ്മൾ ഗ്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ഇട്ടിട്ട് സോ ഇത് നമ്മൾ യൂസ് ചെയ്യും. ഇത് നമ്മളെ ടെന്റ് ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് പ്രൈവസി നമുക്ക് കിട്ടും. പിന്നെ ഇത് ഈ പ്രോജക്ട് സെൻട്രലൈസ്ഡ് AC പ്രോജക്റ്റ് ആണ്. അപ്പം അത് നമ്മള് ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആവും. ഈ സോഫാർ എത്ര കാലമായി നമ്മൾ ഈ വർക്ക് തുടങ്ങിയിട്ട്? ഇത് ഞങ്ങള് 8 മാസം കൊണ്ടാണ് ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തത്. അതായത് അപ്പുറത്തെ നമ്മുടെ ബിൽഡിംഗ് അടക്കം ലാൻഡ് ക്ലിയർ ചെയ്ത് അടക്കം സ്ട്രക്ചർ അടക്കം ഏകദേശം അത്ര. അതെ, അത് ഡേയും നൈറ്റും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ ഫുൾ 24/7 ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര കാലം കൂടെ എടുക്കും നമ്മളിത് മുഴുവനായിട്ട് തീർത്തു വരാൻ? നമ്മൾ 3 വർഷമാണ് നമ്മൾ ടോട്ടൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 വർഷം എന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ആ ലാൻഡും കൂടെ ക്ലിയർ ചെയ്തെടുക്കണം. നമ്മുടെ ലാൻഡാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അത് ഗാർഡൻ ആണ്, ഗാർഡനായിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ വിചാരിക്കും അത് ഒറിജിനൽ അല്ല, ഇനി അങ്ങോട്ട് ചോദിക്കണ്ട, ഇത് വെറും മാസ്കിട്ട തടിക്കൊമ്പാണ്. അതെ, ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണേ. ഇനി നമുക്ക് എവിടെ പോകാം? ഇവിടെ പോകാം, വീടിനകത്തുള്ള സൂല് പോവാം. പറഞ്ഞു തിരുവനന്തപുരം സൂവിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ല ഒരു മിനിയേച്ചർ വേർഷൻ ഉണ്ട് ഈ വീടിന്റെ എന്ന്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കയറാം കേട്ടോ.